ഇന്നിപ്പോൾ പുതിയ ആൾക്ക് ഉള്ളത് കൊണ്ട് നമുക്കത് ഇതിൻ്റെ ഒരു രീതിയിൽ ഞാനത് പറഞ്ഞല്ലോ. അതായത് ഈ ലോകത്തിൽ 84 ലക്ഷം യോനിഭേദങ്ങളിലായിട്ട് രാശികളുണ്ട്, ജീവരാശികളുണ്ട്. അതിൽ നമ്മൾ മനുഷ്യരെന്നുള്ള ഒരു ജീവിയാണ്. ഇതുകൂടാതെ എത്ര 84 ലക്ഷമാണ് കിടക്കുന്ന പലതരത്തിൽ. അതിൽ പറയുന്നു സ്വേദജം, അണ്ടജം, ഉൽപ്പിജം എന്നങ്ങനെയുള്ള കാറ്റഗറി. മുട്ടയിട്ട് വളരുന്നത്, വിയർപ്പിൽ നിന്നുണ്ടാവുന്നത്, വിയർപ്പിൽ നിന്നുണ്ടാവുന്നതാണ് കൃമികളൊക്കെ, ചെറിയ അതല്ല. പിന്നെ പ്രസവിച്ച് ഇതാക്കുന്നത്. ഇങ്ങനെ പലതരത്തിലുള്ള രൂപത്തിലും ജന്മങ്ങൾ ഇതിലുണ്ട്. ഇതിലെല്ലാവരും ഇതിലൊക്കെ പോയി പ്രവേശിച്ച് വന്നവരും തന്നെ നമ്മളെല്ലാം. മനുഷ്യജന്മം എപ്പോഴാണ് കിട്ടുന്നത് അറിയാമോ? ജന്മം കൊണ്ട് ഒരു സാധുവിന്, ഒരു സന്യാസിക്ക് അല്ലെങ്കിൽ ഒരു മഹാത്മാവിന് സേവ ചെയ്യാൻ കഴിഞ്ഞാൽ മനുഷ്യജന്മം ഉറപ്പാണ്. അതുകൊണ്ടാണ് ആശ്രമത്തിൽ നിൽക്കുന്ന എല്ലാവരും മനുഷ്യരാണ്. ആ മഹാത്മാവിനെ കണ്ടില്ലേ? അവര് അതിൻ്റെ ഒരു ഇലയെടുത്ത് വെള്ളമായിട്ട് കുടിച്ചോ എങ്കിൽ അത് രക്ഷപ്പെട്ടു. ആ പശുവിൽ നിന്നൊരു പാല് എടുത്ത് കാച്ചി കുടിച്ചോ ആ പശു രക്ഷപ്പെട്ടു. ഇങ്ങനെയാണ് ഊർജ്ജന്മങ്ങൾ വരണത്. ഇതിൽ ഊർജ്ജന്മങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ജന്മം മനുഷ്യജന്മം. ഓർമ്മിച്ചോ? മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയം, ദുർലഭം ത്രയമേ ദൈവം, ദേവാനുഗ്രഹേതുകം, മനുഷ്യത്വം, മുമുക്ഷുത്വം, മഹാപുരുഷ സംശ്രയം. വളരെ അപൂർവമായിരിക്കുന്ന 3 പിറവികളെ പറ്റി പറയാം. അതിൽ ഒന്ന് മനുഷ്യനായിട്ട് ജനിക്കുക എന്നുള്ളതാണ്. മനുഷ്യനായി ജനിക്കുന്നതിലും മുമുക്ഷുത്വം ഉണ്ടാവുക. ഈ ജന്മത്തിൽ തന്നെ നമുക്ക് മോക്ഷം, കൈവല്യം അടഞ്ഞു പോകണമെന്ന ആഗ്രഹം വരണത് രണ്ടാമത്തെ അപൂർവമായ ഒരു കാര്യമാണ്. പരമപ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഒരു മഹാപുരുഷ സംശ്രയം എന്ന് പറഞ്ഞാൽ അതിന് അനുയോജ്യമായ ഒരു സദ്ഗുരുവിനെ ലഭിക്കുക എന്നുള്ളത്. ഇങ്ങനെയുള്ള 3 കാര്യങ്ങൾ അതീവ ദുർലഭമായിട്ടിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ നമ്മളെല്ലാം ഭാഗ്യം ചെയ്തവരാണ് എന്ന് വേണം പറയാൻ. ഇതിൻ്റെ ഘടനയെ വെച്ച് പറയുകയാണെങ്കിൽ മനുഷ്യനായിട്ട് ജനിച്ചവരെല്ലാം ഭാഗ്യം ചെയ്തവരാണ്. പക്ഷേ അവിടെ കൊണ്ട് തീർന്നില്ല. തിരുമേനി സ്വാമി പറയും, മനുഷ്യനെന്ന് പറഞ്ഞാൽ ഇരുകാലി ആണ്, 2 കാലല്ലേ ഉള്ളൂ, 2 കാല്. ബാക്കി അവരെ കൈയും കാലുമാണ്. മൃഗങ്ങൾക്ക് അങ്ങനെയല്ല, 4 കാലാണ്. 4 കാലി നമ്മൾ വിളിക്കുകയും ചെയ്യും അല്ലേ? പശു ആയാലും, പട്ടിയായാലും, പൂച്ചയായാലും, ആടായാലും, ഏതായാലും, ആനയായാലും 4 കാലിയാണ്. ഇവരെയാണ് മൃഗങ്ങളെന്ന് പറയും, മൃഗങ്ങൾ. തിരുമേനി സ്വാമി പറയുന്ന ഇതാണ്, മനുഷ്യരെല്ലാവരും മനുഷ്യരല്ല പോലും. മനുഷ്യരിലും മനുഷ്യൻ എന്ന് പറയുന്നത് മുമുക്ഷത്വം ആഗ്രഹിക്കുന്നവരെയാണ്. ആരാണോ വേദശാസ്ത്രങ്ങളെ മുൻനിർത്തി ജീവിതം നയിക്കാനായിട്ട് പരിശ്രമിക്കുന്നത് അവരെയാണ് മനുഷ്യരായിട്ട് കരുതുന്നത്. മനസ്സിലായില്ല? അവരെല്ലാം ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറെ വിധത്തിൽ ഭക്തന്മാരെയാണ് മനുഷ്യരായിട്ട് കരുതുന്നത്. മറ്റവരെല്ലാം സ്വാമി പറയും ഇരുകാലി മൃഗങ്ങളായിട്ട് പറയും. മൃഗങ്ങളെന്ന് പറയാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചാൽ, നമ്മളും ഭക്ഷണം കഴിക്കും, അവരും ഭക്ഷണം കഴിക്കും. നമ്മളും ഉറങ്ങും, അവരും ഉറങ്ങും. നമ്മളും ഇതുപോലെ കുട്ടികൾ നമുക്ക് വരും, അതുപോലെ അവർക്കും വരും. ഏതിലാണ് വ്യത്യാസം? മൃഗങ്ങളും മനുഷ്യരായിട്ട് ഏതൊരു വ്യത്യാസം? ഒരു വ്യത്യാസവും ഇല്ല. പക്ഷേ വ്യത്യാസമുണ്ട്. അത് ഏതെന്ന് ചോദിച്ചാൽ, മനുഷ്യന് വിവേകമുണ്ട്. 6ാമത്തെ ഒരു ഇന്ദ്രിയം വർക്ക് ചെയ്യാൻ, ബുദ്ധി വിചാരിക്കാനുള്ള ഒരു കഴിവ് മൃഗങ്ങൾക്കില്ല പോലും. പക്ഷെ അത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം അവർ ചെയ്യണത്. മനസ്സിലായില്ലേ? അപാരമായ ബുദ്ധി മനുഷ്യനുണ്ട്. നമുക്ക് തന്നെ അറിഞ്ഞൂടെ? ഇപ്പോൾ അമേരിക്കയിൽ ഇരിക്കുന്ന കാര്യം ഇവിടെ ഇരുന്ന് എങ്ങനെ അറിയുന്നു? മനുഷ്യന്റെ ബുദ്ധി പ്രവർത്തിച്ചതല്ലേ. പക്ഷെ ഈ ബുദ്ധിയെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള കുറ്റം. എന്താണ് ദുരുപയോഗം പറഞ്ഞാൽ, നമുക്ക് തോന്നുന്നു അതെങ്ങനെ ദുരുപയോഗമാവും? നമുക്കറിയട്ടെ. ഇപ്പം നമ്മുടെ ഒരു മകൻ അമേരിക്കയിൽ പോയി അവിടെ ജോലി ചെയ്യുന്നു, അവനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹിച്ചാൽ നമുക്കൊന്ന് കാണാമല്ലോ. അതൊക്കെ നല്ലതല്ലേ?
അയ്യോ നല്ലത് തന്നെ, അതിലൊന്നും ദോഷമൊന്നും വേദവും പറയുന്നില്ല. പക്ഷെ ഇത് അമിതമായപ്പോൾ എന്ത് പറ്റി? ഇതിലെല്ലാം ആസക്തരായ എല്ലാവരും, അവരുടെ മനസ്സ് മുഴുവനും ഈ ലൗകികമായ ഈ കാര്യങ്ങളെ കൊണ്ട് നിറഞ്ഞു. ഇതിൽ അല്പം പോലും ഈശ്വര കാര്യത്തിന് ഇരിക്കാൻ ഇടമില്ലാതായിപ്പോയി. അതാണ് ഇവിടെ പ്രശ്നം. അതല്ലെങ്കിലോ ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല. പറഞ്ഞു വന്ന ഇതാണ്, മനുഷ്യൻ ഒരു അപൂർവമായ ഒരു ഉത്കൃഷ്ട ജന്മമാണ് ഈ മനുഷ്യൻ്റെ. അതിൽ പറയുന്നു, അതിൽ മുമുക്ഷുത്വം കൂടെ വന്നാൽ അവർ പറയുന്നു അത്യുത്കൃഷ്ടം. അതിലൊരു സദ്ഗുരുവിനെ ഗുരുവായി വരിക്കാൻ സാധിച്ചാൽ പരമോത്കൃഷ്ടം. ഇങ്ങനെയാണ് പോണത്. ഈ പരമോത്കൃഷ്ടമായിരിക്കുന്ന ഈ ജന്മം ഈശ്വര സമർപ്പണം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും കർത്തവ്യം. എങ്ങനെയാണ് ഈശ്വര സമർപ്പണം ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഭഗവാനിൽ ലയിക്കുക, ഭഗവാനിൽ ചേരുക എന്നുള്ള അർത്ഥം. ഇത് വേദത്തിന് ഞാൻ വേറൊരു തരത്തിൽ വ്യാഖ്യാനിക്കാൻ പോവുകയാണ്. ഭഗവാനിൽ ചേരണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കൺവെൻഷനുകളോട് കൂടി ചേർന്ന് ഭഗവാനിൽ ചേരാൻ പറ്റില്ല. കൺവെൻഷൻ നമ്മിൽ ഇരിക്കുന്നവരെയും നമുക്ക് ഭഗവാനുമായിട്ട് യോജിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഈ കൺവെൻഷനുകളെ മാറ്റണം. വേദം ഇതാണ് പറയുന്നത്. ആ പരമഭക്തന്റെ നമ്മൾ കണ്ടു, ഭാഗവതത്തിൽ കണ്ടു, കുചേല ബ്രാഹ്മണൻ, ഒരു യോഗ്യതയില്ല, ധനമില്ല, ബന്ധുബലമില്ല, ഒരു നല്ലൊരു വീട് പോലും ഇല്ല. അങ്ങനെ ഇരിക്കുന്ന കുചേല ബ്രാഹ്മണൻ. ആ ബ്രാഹ്മണി എന്ത് ചെയ്തു? അവർക്ക് ഒരല്പം ലോകകാര്യങ്ങളിൽ ഒരാഗ്രഹമുണ്ട്. എന്നാൽ ഈ ബ്രാഹ്മണനതില്ല. മറ്റേ ബ്രാഹ്മണിക്ക് അതുണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അതുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, നിങ്ങൾ പോയി കൃഷ്ണനെ കാണൂ. നമ്മുടെ ജീവിതം ഇങ്ങനെ ഒരുമാതിരി പോവുകയാണ്, എന്തെങ്കിലും ഒരു രക്ഷ ഉണ്ടാവട്ടെ എന്നുള്ള സങ്കല്പത്തിൽ അവർ പോയി എരന്ന് വാങ്ങിച്ച ആ ഒരു അവല് കൊടുത്തുവിട്ടു. ഭഗവാൻ അറിയാം ഇത് കുചേലൻ്റെ ആഗ്രഹമല്ല, എല്ലാം അറിയുന്ന ഭഗവാൻ അത് വാങ്ങിച്ചു ഭുജിച്ചു. ഭുജിച്ച ഉടനെ തന്നെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടായി അവർക്ക്, അല്ലേ? അത് ഒരു സൈഡ് മാത്രമാണ്. അതുകൊണ്ട് ആർക്കും ഒരു പൂർണ്ണമായ കൃതാർത്ഥത ഉണ്ടാവില്ല. ധനം ഒരുപാടുള്ളവരില്ലേ ലോകത്ത്? എല്ലാം തികഞ്ഞ സമ്പന്നരാണ്. ഇപ്പം നമുക്ക് നോക്കിയവരെല്ലാം എന്തിൻ്റെ കുറവാണോ? പക്ഷെ അവരൊന്നും തൃപ്തരല്ല, ശാന്തരല്ല. അവരെപ്പോഴും മനസ്സ് തീക്കനലാണ്. അവരുടെ മനസ്സ് മുഴുവൻ തീക്കനലാണ്, അല്ലേ? ഇങ്ങനെ ഒരു ജീവിതം ജീവിച്ചിട്ട് എന്ത് കാര്യം? ഇതിനെക്കാട്ടിൽ എത്രയോ ബെറ്ററാണ് അത് ആ ജീവിതം അവസാനിപ്പിച്ചിട്ട് നിൽക്കുന്നത്, അല്ലേ? അത് നമുക്ക് തോന്നും, പക്ഷെ അവർക്കത് തോന്നില്ല. അധപ്പതിക്കുന്ന രൂപത്തിലാണ് അവരുടെ ഭൗതിക സമ്പത്ത് അവരിലുള്ളത്. ലോകത്തിൽ ഭൗതിക സമ്പത്ത് കൊണ്ട് അഹങ്കരിക്കുന്ന രൂപത്തിൽ ഇരിക്കുന്നത് കൊണ്ട് ഒരു മേന്മ ഈ ഭൗതിക സമ്പത്തിന് ഇല്ല. പറഞ്ഞല്ലോ, പരമാത്മാ കൃഷ്ണന്റെ ഭാര്യ ആയിട്ട് വരുന്ന അവരാണ് ഇപ്പം ലക്ഷ്മിയും പരമാത്മാവും. ഇപ്പം ലക്ഷ്മി പരമാത്മാവിൽ ചേർന്ന് നിൽക്കുകയാണ്, നമുക്ക് കാണിച്ചു തരികയാണ്. ലക്ഷ്മി എന്ന് പറയുന്നത് വേറെ അല്ല. ലക്ഷ്മി എന്ന് പറയുന്നത് ഈ ആത്മാവിൻ്റെ തന്നെ ഒരംശമാണത്. പക്ഷേ ലക്ഷ്മിയെ പ്രൊജക്റ്റ് ചെയ്യാമെങ്കിൽ അതിന് മേന്മ കൂടും. അതുകൊണ്ട് അവർ പറഞ്ഞു, നിനക്ക് ഈ ജന്മം മുക്തിയടഞ്ഞു പോകണമെന്നുണ്ടെങ്കിൽ, അതല്ല ഈ ജനനമരണ സംസാര ദുഃഖം തീരണമെന്നുണ്ടെങ്കിൽ അതിനെ വിട്ടുകളയണ്ട. നീ അത് വെച്ചോ, നിനക്കുള്ളത് നീ ഭുജിച്ചോ. പക്ഷെ നീ ഈ ജ്ഞാനത്തിലേക്ക് പ്രാധാന്യത്തോടു കൂടി നിൽക്കണം. ഈശ്വര കാര്യത്തിന് പ്രാധാന്യം കൊടുക്കണം. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പരമസത്യമാണെന്ന് നീ ധരിക്കണം. മാത്രമല്ല, നിനക്ക് ആവുന്നത്ര നീ ഇതിൽ പരിശ്രമിക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിന്നെ ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് ഈ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് അർജുനനോട്. നീ നിന്റെ കർമ്മങ്ങൾ ചെയ്തോ, നീ ഒന്നും ചെയ്യേണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പരമമായിട്ടുള്ളത് സർവകർമാൽ പരിത്യജ്യ മാമേകം ശരണം പ്രജ, അത് ഒടുവിൽ പറഞ്ഞു കൊടുത്തു. ഇങ്ങനെയാണ് ഓരോരുത്തരും ഇതിൽ രക്ഷപ്പെടുന്നത്. രക്ഷപ്പെടുക എന്ന് വെച്ചാൽ അർത്ഥം, നമ്മൾ ഈ ലോകത്ത് ഇപ്പം ഇരിക്കുന്ന ഈ ഇരിപ്പ് വാസ്തവത്തിൽ ഒരു മൂഢ ഇരിപ്പാണ്. ഇതല്ല നമ്മുടെ യഥാർത്ഥ നില, സ്ഥിതി ഇതല്ല. നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വന്ന തമിഴ് സ്വാമി പറയണം, ഓരോരുത്തരും അഭിനയിക്കുകയാണ്. ഇപ്പൊ ചേച്ചിയെ കണ്ടിട്ട് പറയണം, ചേച്ചിയെ കണ്ടപ്പോൾ
എനിക്ക് എന്തൊന്നില്ലാത്ത സന്തോഷമുണ്ടായി. ഞാൻ ചേച്ചിയുടെ പറയണമെന്ന് വെച്ചു. ഓ, എന്തോ ഒരു ഭാഗ്യം തന്നെ ചേച്ചിയെ കാണാനിടയായി. ചേച്ചിയുടെ അത്ര സൗന്ദര്യമുള്ള ഒരാളെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ചേച്ചിയെ പുകഴ്ത്തുന്നിരിക്കട്ടെ. ചേച്ചി ആക്സെപ്റ്റ് ചെയ്യുന്ന രൂപത്തിലാണെങ്കിൽ ചേച്ചി അയാളെ കാണുമ്പോഴെല്ലാം ചേച്ചി അതായിട്ട് അഭിനയിക്കും, ഇല്ല അഭിനയിക്കില്ല. ഇതാണ് നമുക്കെല്ലാം പറ്റുന്ന അബദ്ധം. മറ്റാളുകൾ നമ്മൾ അനാവശ്യമായിട്ട് പുകഴ്ത്തുകയോ ഇകഴ്ത്തുകയോ ചെയ്ത്, ഇകഴ്ത്തുന്ന ഇതേ എഫക്റ്റ് തന്നെയാണ് ഇകഴ്ത്തിയാലും. നമ്മൾ ആക്ട് ചെയ്യും, നമ്മൾ പിന്നെ അതനുസരിച്ച് ആക്ട് ചെയ്യും. ഈ ആക്ടിനെ വിട്ട് നീ സ്വാഭാവികമായി നിൽക്കുന്ന ഒരു നിലയില്ലേ, അതാണ് യഥാർത്ഥം. അതിന് ഒന്നും അതിൽ സ്പർശിക്കുന്നില്ല. നിന്നെ ആരെങ്കിലും സ്തുതിച്ചാലും ഇല്ല അതിൽ കുഴപ്പം, നിന്നെ ആരെങ്കിലും നിന്ദിച്ചാലും അതിൽ കുഴപ്പമില്ല. അങ്ങനെ ഒരു നിലയും ഇതിൻ്റെ ഇടയിലൂടെ ഉണ്ട്. അതാണ് നമുക്ക് ഞാനും പരിചയപ്പെടുത്തുന്നത്. നീ നിന്റെ യഥാർത്ഥ സ്വരൂപത്തെ ഉണരുന്നില്ല. പറഞ്ഞില്ലേ, പറഞ്ഞു തന്നു. ഈ യഥാർത്ഥ സ്വരൂപം എന്ന് പറയുന്നത് വേറൊന്നുമല്ല, സച്ചിദാനന്ദമാണ്. അത് സത്യം എന്ന് പറയുന്നത് ഉണ്ടേ എന്നുള്ള ഉണ്മ. ചിത്തം എന്ന് പറയുന്നത് അതിലുള്ള സ്വപ്രകാശം. ആനന്ദം എന്നുള്ളത് അതിലെ സുഖം. ഇത് മൂന്നുമാണ് നിന്റെ യഥാർത്ഥ രൂപം. അത് എന്തെങ്കിലും ഉപാധികളെ കൊണ്ടുണ്ടായതല്ല, ഞാൻ പുകഴ്ത്തിയത് കൊണ്ടുണ്ടായതല്ല, ഞാൻ ഇകഴ്ത്തുന്നത് കൊണ്ട് അത് നശിക്കുന്നതുമല്ല. അങ്ങനെയുള്ള ഒന്ന് നിന്നിലുണ്ട്. അതിനെ നീ വളരെ സൂക്ഷ്മമായിട്ട് സൂക്ഷ്മ ബുദ്ധി കൊണ്ട് ആരാഞ്ഞറിയണം. സൂക്ഷ്മ ബുദ്ധി കൊണ്ട് എങ്ങനെ ആരാഞ്ഞറിയും എന്ന് ചോദിച്ചാൽ, അവർ പറയുന്നു ഈ വേദം നമുക്ക് ഇതിനു വേണ്ടി ഒരു എയ്ഡാണ്. ആക്ച്വലി ഇത് നമ്മുടെ ഇത് നമുക്കൊരു ഹെൽപ്പ് തരെയാണ്. ഇങ്ങനെ രൂപത്തിൽ നീ വിചാരം ചെയ്യും. ഇതിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ ഉണരാതിരിക്കുന്ന നിലയാണ് അജ്ഞാനമായിട്ട് പറഞ്ഞത്. യഥാർത്ഥ സ്വരൂപം എങ്ങനെയാണ് മറഞ്ഞിരിക്കുന്നത്? ഞാൻ ആണെന്ന് പറയുമ്പോൾ ഞാൻ ആണിൻ്റെതായ ഒരു ഭാവം ഞാൻ കൊണ്ടുവരും. ഞാൻ ഭർത്താവ് എന്ന് പറയുമ്പോൾ ഒരു ഭാവം, ഞാൻ കുറേ കുട്ടികളുടെ മകൻ അച്ഛനെന്ന് പറയുമ്പോൾ ഒരു ഭാവം. ഇങ്ങനെ പലതരത്തിലുള്ള ഭാവങ്ങളെ കൊണ്ട് നമ്മൾ എപ്പോഴും പരിവർത്തനപ്പെടുത്തുന്ന രൂപത്തിൽ നമ്മളെ ആക്കി തീർക്കുന്ന ഒരു മാജിക്കാണ് ഇവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ നീ ആരാണ്? ഞാൻ ആരാണ്? അതാണ് യഥാർത്ഥത്തിൽ പരിശോധിച്ചറിയേണ്ടത്. ഈ പരിശോധിച്ചറിയുന്നതിനെയാണ് അവർ പറഞ്ഞത് ഈ ഞാനെന്ന് പറയുന്ന ഈ ദേഹമോ ഈ മനസ്സോ ഈ ചിന്തകളോ ഈ അഭിനയമോ ഒന്നുമല്ല. അത് റിയലായിട്ട് ഏതാണെന്ന് നീ തന്നെ സ്വയം നിന്നിലൊന്ന് ആരാഞ്ഞറിഞ്ഞോ. ഇതിനെയാണ് അന്വേഷണം. ആത്മാന്വേഷണം എന്ന് പറഞ്ഞാൽ ഇതിനെയാണ്. നമ്മൾ അതിന് ഒരുപാട് കളർ കൊടുത്ത് അതിനെ നമ്മൾ വിദൂരമാക്കി കളഞ്ഞു. വിദൂരമാക്കേണ്ട ഇതാണ് ഇതിൻ്റെ ഫാക്ട്. അപ്പം ഇങ്ങനെയാണ്. അപ്പോൾ അതിനെ വ്യക്തമായി മനസ്സിലാക്കി ആരാണോ മുന്നേറുന്നത് അവർക്ക് ഈ മനുഷ്യജന്മം ഊർത്ത ജന്മം എന്നുള്ളത് സാക്ഷാത്കരിക്കാൻ സാധിക്കും. നമ്മളെല്ലാം ആത്മസ്വരൂപങ്ങളാണ്. ആത്മസ്വരൂപങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരല്ലല്ലോ ഇല്ലാത്ത, ഒരു കുറവുമില്ലാത്ത, ദുഃഖം എന്തെന്ന് പോലും അറിയാത്ത ആ സ്വരൂപങ്ങളാണ് നമ്മളെല്ലാം. പക്ഷേ അതിൽ നമ്മൾ ചെയ്തിരിക്കുന്ന കുറെ ഭാവനകളുണ്ട്. ആണെന്നുള്ളതും ഭാവന തന്നെ, പെണ്ണെന്നുള്ളതും ഭാവന തന്നെ. യഥാർത്ഥത്തിൽ ഭാവനയെ നീക്കി നിന്നെ നീ കാണാൻ വേദം പറഞ്ഞാൽ എങ്ങനെ കാണും? റിയലായിട്ടുള്ള നിന്നെ നിനക്കറിയാൻ സാധിക്കും. ഭാവനയിൽ ഞാൻ ആണാണ്, യഥാർത്ഥത്തിൽ ഞാൻ ആരാണ്? ആത്മസ്വരൂപമാണ്. അതെങ്ങനെ ഇരിക്കുന്നു? ഈ നാമരൂപങ്ങളൊന്നുമില്ല, ഈ ദേഹമോ ഇന്ദ്രിയമോ മനസ്സോ ഒന്നുമില്ല. കേവലം അറിവേ രൂപമായിട്ടിരിക്കുന്നു. അറിവാണ് നമ്മുടെ യഥാർത്ഥ രൂപം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബുദ്ധി അറിവാണോ നമ്മുടെ രൂപം? അല്ല. മനസ്സിൻ്റെ അറിവാണോ നമ്മുടെ രൂപം? അല്ല. ഈ അറിവെല്ലാം ആ അറിവ് തന്നെയാണ്. പക്ഷെ ആ ഉപാധിയിൽ പ്രവേശിച്ച് അത് ക്ലിപ്തമായി പോയി അറിയാം. അത് ലിമിറ്റഡായി പോയി. അറിവ് ഒന്നേ ഉള്ളൂ. ആ അറിവ് തന്നെ മനസ്സിൽ പ്രവേശിച്ച് സങ്കല്പ രൂപത്തിൽ നിൽക്കുന്നതും ബുദ്ധിയിൽ പ്രവേശിച്ച് നിശ്ചയം ചെയ്തുകൊണ്ട് നിൽക്കുന്നതും എല്ലാം ഒരേ അറിവാണ്. ഈ അറിവ് ഏതാണ്? തൻ്റെ രൂപമാണ്, യഥാർത്ഥ രൂപമാണ്. ഇത് മനസ്സിനെ വിട്ട് ഈ ഉപാധികളെല്ലാം വിട്ട് ഈ അറിവായിട്ട് നിന്ന് അറിയുന്ന രൂപത്തിൽ എല്ലാവരും അത് സാക്ഷാത്കരിക്കും. ഇതാണ് ഞാനെന്ന് അങ്ങനെ സാക്ഷാത്കരിച്ചവരെയാണ് ജ്ഞാനികൾ എന്ന് പറയുന്നത്. അങ്ങനെ സാക്ഷാത്കരിച്ച ജ്ഞാനികൾക്ക് എന്താണ് ഗുണം? അവർക്ക് ഈ ജനന മരണ സംസാര ദുഃഖം തീരും. അവരിനി കഷ്ടപ്പെട്ട് ജനിക്കേണ്ടി വരില്ല.
ജനിക്കുക എന്ന് പറയുന്നത് സുഖകരമായ ഏർപ്പാടാണോ? അല്ല. അവർ പറയുന്നു ഒരമ്മയുടെ ഉദരത്തിൽ വരുന്ന ആ നാൾ തൊട്ട് മരിക്കുന്ന വരെ ഈ ജീവൻ അനുഭവിക്കുന്ന യാതനകൾ എത്രയാണ്? എല്ലാം ഉണ്ട്. പണമുണ്ട്, പ്രതാപമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒരു മനസ്സിനൊരു സന്തോഷം ഒരിടത്തും വരുന്നില്ല. തന്നെ ആരെങ്കിലും അപമാനിച്ചെന്നുള്ള ഭയം, തന്നെ താഴ്ത്തിക്കെട്ടി, തനിക്ക് അർഹതയായ സ്ഥാനം തന്നില്ല, തന്നെ നോക്കിയില്ല, തന്നെ ബഹുമാനിച്ചില്ല, എന്തെല്ലാം രൂപത്തിലാണ് ചേച്ചി ഈ ദുഃഖം ഇതിൽ ഒളിച്ചിരിക്കുന്നത്. ഈ ദുഃഖങ്ങൾ ഒളിച്ചിരിക്കുമ്പം നമ്മളെ അല്ല അത് ബന്ധിക്കുന്നത്. ഏതിനെയാണ്? നമ്മൾ വെച്ചിരിക്കുന്ന അഭിനയം, നമ്മുടെ ഭാവനയാണ് അത് ഉപദ്രവിക്കുന്നത്. ഇതിനെ ധരിക്കാനുള്ള ശേഷിയുള്ളവർ ആരും ഒന്നും ചെയ്യില്ല. ഇതിനെ ധരിക്കാനുള്ള ശേഷി ആർക്കുണ്ട്? ജ്ഞാനികൾക്ക് മാത്രമുണ്ട്. അതെന്തുകൊണ്ട്? അവരും ഇങ്ങനെയുള്ള ഒരു പ്രാരംഭ ഘട്ടം അവർക്കുണ്ടായിരുന്നു. അവർ തിരിച്ചറിഞ്ഞു, ഇതാണല്ലേ, അങ്ങനെയാണോ അല്ലേ എന്ന് അവർ തന്നെ വിവേകത്തോടുകൂടി നോക്കി നിന്ന് ഇതിനെ കട്ടിയത്. അങ്ങനെയാണ് അവർ മുക്തന്മാരായി മാറി. അവർ മുക്തന്മാരെന്ന് വെച്ചാൽ ഇതൊന്നും അവരെ ബാധിക്കാത്ത രൂപത്തിലായി. കൊടും വെയിൽ അവരെ ബാധിക്കുന്നില്ല, കൊടും ശീതം അവരെ ബാധിക്കുന്നില്ല, ഒന്നുമായി ഗുണവും ബാധിക്കുന്നില്ല, ദോഷവും ബാധിക്കുന്നില്ല. അങ്ങനെ ഒരു നില നമുക്ക് സ്വയം വരുത്തിയെടുക്കാൻ പറ്റും. എങ്ങനെ? വിവേകം കൊണ്ട്. ആ വിവേകം നമ്മൾ പരിപൂർണമാകണമെങ്കിൽ ഈ ശ്രുതിയുടെ ആവശ്യമുണ്ട്. ഇതാണ് താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞാൽ ഇതിനെയാണ്, വേറെ ഒന്നിനെയല്ല. കാരണം നമ്മൾ ഇതിൽ പ്രയത്നിക്കുന്നത് എങ്ങനെ വേണം ഈ പകുതി എയ്ഡ് ഈ ഗുരുശാസ്ത്രങ്ങളിൽ വെച്ചുകൊണ്ടായിരിക്കണം. അല്ലാത്തവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഇതാണ്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന ഈ ഒരു അപൂർവമായിരിക്കുന്ന ഈ മനുഷ്യജന്മം ഈശ്വര സമർപ്പണം ചെയ്യണം. ഭക്തന്മാർ പറയുന്നു ഈശ്വര സമർപ്പണം ചെയ്യണം, ഭഗവാനിൽ ലയിപ്പിക്കണം. ഭഗവാനിൽ ലയിപ്പിക്കണമെങ്കിൽ അഷഡ് മുഴുവൻ മാറ്റണം. നമ്മളിരിക്കുന്ന അഷഡ് എന്ന് പറഞ്ഞാൽ എന്തിനാണ്? ഈ ഭാവം, ഇതിനെ അഹങ്കാരം. ഈ അഹങ്കാരത്തിൻ്റെ വേറൊരു ഭാവമാണ് ഞാൻ പറയുന്നത്. ഈ ഭാവം, ഞാനെന്നുള്ള ഭാവം. ഞാൻ ആരാണോ? ഞാൻ പറയും ഞാൻ വലിയ ആളാണെന്നുള്ള എൻ്റെ ഭാവം. ഈ ഭാവത്തിനെയാണ് അഹങ്കാരമായിട്ട് പറഞ്ഞത്. ഈ അഹങ്കാരത്തിൻ്റെ നാശത്തെയാണ് ആത്മജ്ഞാനമായിട്ട് പറഞ്ഞത്. അങ്ങനെ ജ്ഞാനത്തിലേക്ക് വരുന്ന ഒരാളിനെ സംബന്ധിച്ച് ഇതെല്ലാം ആനന്ദമായിട്ട് മാറും. ഇതെല്ലാം ലോകത്തിൽ എന്ത് നടന്നാലും ഒന്നും അവരെ ബാധിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് അവര് ഭാവം വിട്ടു. എന്തെല്ലാം ഉണ്ടായിട്ട് എന്ത് പ്രയോജനം? ലോകത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സമാധാനമായിട്ടും ശാന്തമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കാനല്ലേ അത് പ്രയോജനപ്പെടുന്നത്, അല്ലേ? ഇതൊന്നുമില്ലെങ്കിൽ എന്ത് പ്രയോജനം? അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് ഇവരൊക്കെ നിർഭാഗ്യവാന്മാരാണ്. മനുഷ്യനായിട്ട് ജനിച്ചു, പ്രയോജനമില്ല. നമ്മളെ പരിചയമാക്കിയ ആള് കണ്ടില്ലേ, എന്തിൻ്റെ കുറവാണ്? ഇപ്പൊ അവർ നമ്മൾ വിചാരിക്കുന്നുണ്ടോ സന്തോഷമായിരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്? എപ്പോൾ വേണേലും അവരെ എല്ലാം കൂടെ പിടിച്ചെടുത്തോണ്ട് പോകും. നിയമങ്ങൾ അങ്ങനെയല്ലേ? ഇതിനെക്കാട്ടി ഒന്നുമില്ലാതെ ഇരിക്കുന്ന ഒരു പാവപ്പെട്ട ഒരാൾ എന്ത് സന്തോഷത്തിൽ ജീവിക്കുന്നു എന്ന് ആലോചിച്ച് നോക്കിയത്. ഇതെവിടെയാണ് ക്രിസ്തുദേവൻ പറഞ്ഞത്? നിർധനരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, കാരണം സ്വർഗരാജ്യം നിങ്ങളുടേതാണ്. സ്വർഗരാജ്യം എന്ന് വെച്ചാൽ ഇവിടെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുമ്പോൾ സമാധാനത്തോടും ശാന്തിയോടും ജീവിക്കാൻ കഴിയുന്നതിനെയാണ് സ്വർഗരാജ്യം എന്ന് പറയുന്നത്. ഇനി മേളിലൊരു സ്വർഗരാജ്യം ഇല്ല. അതൊക്കെ വെറും ഭാവന മാത്രമാണ്. ഇവിടെ ഇതാണ്, ഇവിടെ സ്വർഗമാണ്. ഇത് സ്വർഗമാക്കണമെങ്കിൽ നമ്മൾ അതിൻ്റെ രൂപത്തിൽ അതിനെ കൈകാര്യം ചെയ്യണം. വെറുതെ അഹങ്കാരത്തെ കൊണ്ടുവന്ന് നമ്മൾ സ്വയം ദുഃഖിക്കേണ്ട അവിവേകം നമ്മൾ കാണിക്കരുത്. ഇതാണ് പ്രധാനം. ഇതാണ് ഒരു ഔട്ട്ലുക്കായിട്ട് ഒരു ചെറിയൊരു പറഞ്ഞത്. ഇവർ രണ്ടുപേരും പുതുതായിട്ട് വന്നുകൊണ്ട് പറഞ്ഞത്. ഞങ്ങൾ വായിക്കുന്നതൊക്കെ ഭയങ്കര ബെടാ കാര്യങ്ങളാണ്. ആത്മാവിനെ ഡയറക്റ്റായിട്ട് കാണിക്കുന്ന കാര്യങ്ങളാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആത്മാവിനെ പറ്റി പറയുമ്പോൾ ആദ്യം നമ്മൾ ഓർമ്മിക്കാനുള്ള നമ്മളെല്ലാം ആത്മസ്വരൂപങ്ങളാണ്. വേറെ ബുദ്ധി പറഞ്ഞാൽ ഈ ശരീരം നമ്മൾ അണിഞ്ഞിരിക്കുന്ന ഒരു വസ്ത്രമാണ്. ഇവിടുത്തെ സ്വാമി സമാധിയോട് അടുത്ത് വന്ന ഒരു അവസരത്തിൽ ഇവിടുത്തെ സ്വാമി അവിടെ ഇരിക്കും, സ്വാമി പരമേശ്വരാനന്ദ. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ കുറച്ച് പേരുണ്ട്. അതിൽ ഒരാൾ വന്നപ്പോൾ അയാളോട് പറഞ്ഞു,
എടാ എടാ എന്നൊക്കെയാണ് വിളിക്കുന്നത്. വലിയ പവറുള്ള ആളാണ്. എടാ നാളെ നീ ഒരു 100 രൂപയായിട്ട് വാ, 100 രൂപയായിട്ട് വാ. അപ്പം ഇയാൾ ചോദിച്ചു, എന്തിനു സ്വാമി? അത് ഞാൻ നാളെ ഉടുപ്പൂരി കളയാൻ. അപ്പോൾ അയാൾ ഉടനെ ചോദിച്ചു, ഉടുപ്പൂരി കളയാൻ 100 രൂപ എന്തിനു സ്വാമി എന്നായി? ഓടാന്ന് പറഞ്ഞാൽ അടിയും പറ്റും. മനസ്സിലായില്ല, അവന് മനസ്സിലായിട്ടില്ല. അപ്പം ഇത്രയും കാലം ഇവിടെ നിന്ന് ഈ ലോകകാര്യങ്ങളിൽ മുഴുകി നിന്നവന് ഈ ആധ്യാത്മികം പഠിച്ചതിന് ശേഷവും ഉടുപ്പൂരി കളയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായിട്ടില്ല. ഉടുപ്പൂരി കളഞ്ഞ് ഈ ശരീരം ഉപേക്ഷിക്കുന്നതെന്നാണ് അർത്ഥം. നമ്മൾ അണിഞ്ഞിരിക്കുന്ന ഒരു വസ്ത്രമാണ് ഈ ശരീരം, നമ്മളല്ല. അണിഞ്ഞിരിക്കുന്ന വസ്ത്രം പല രൂപത്തിലായതുകൊണ്ടാണ് നമ്മളെല്ലാം ഡിഫറെൻ്റ് ആയിപ്പോയത്. ചേച്ചി അണിഞ്ഞിരിക്കുന്ന വസ്ത്രമല്ല ഞാൻ അണിഞ്ഞിരിക്കുന്നത്, വേറൊരു വ്യത്യാസപ്പെട്ട ഒരാളാണ്. അതുകൊണ്ടാണ് ചേച്ചി ഞാൻ 2 തരത്തിലായി. അപ്പോൾ എല്ലാവരും 2ഉം 3ഉം തരത്തിലൊക്കെ ആവാൻ കാരണം എന്താണ്? വസ്ത്രങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റം. ചുവന്ന ഉടുപ്പിട്ടേക്കുന്നു, വെള്ള ഉടുപ്പിട്ടേക്കുന്നു എന്ന് വ്യത്യാസമേ ഉള്ളൂ. അല്ലെങ്കിൽ വസ്ത്രം എന്ന് വെച്ചാൽ ആ ശരീരം നീക്കി ഇതിനെ അറിഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നു ഇതെല്ലാം ആത്മസ്വരൂപങ്ങൾ, ഒരു ഭേദവുമില്ല ഇതിൽ. ഗുരുദേവനും പാടിയില്ലേ, ഒരു ഭേദവുമില്ലതിൽ, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം. ഇത് മഹത്തുക്കളെല്ലാം ഈ ഒരു ആശയത്തെയാണ് പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷെ അതിന് നമ്മൾ ഭാവനയ്ക്കൊത്ത് വേറെ, അത് നാരായണ സ്വാമി, അത് വേറെ, അയാൾ പോകാൻ പറയാം, നമ്മളെ ഇത് മറ്റേ സ്വാമി, ആ സ്വാമി കൊള്ളാം കേട്ടോ. ഇങ്ങനെ പലതരത്തിൽ നമ്മളാണ്, നമ്മളുടെ ഒരു കുഴപ്പം കൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്. മനസ്സിലല്ലേ? എല്ലാവരും പറയാൻ ശ്രമിച്ച ഒരേ ഒരു കാര്യമാണ്, നമ്മളെല്ലാം ആത്മസ്വരൂപങ്ങളാണ്. നമ്മൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രമായിരിക്കില്ല, ഈ ശരീരത്തിൽ ഒന്നിക്കുന്ന മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കി ഒന്നിലും ഒരു മാറ്റവും ഇല്ല. ഞാനും ഭക്ഷണം കഴിക്കുന്നു, ചേച്ചിയും ഭക്ഷണം കഴിക്കും. എൻ്റെ ശരീരം മൊത്തം പരിശോധിച്ചാൽ 5 ഭൂതങ്ങളെ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ 5 ഭൂതങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഇതെല്ലാം ആകാശ, വായു, അഗ്നി, ജലപൃഥ്വി. ഇത് ചേച്ചിയുടെ ശരീരത്തിലും ഇരിക്കുന്ന എൻ്റെ ശരീരത്തിലുണ്ട്. ഇത് തന്നെയാണ് സമസ്ത പ്രപഞ്ചമായിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതിൽ വ്യത്യാസമൊന്നുമില്ല. പിന്നെ മാനസിക ഭാവങ്ങൾ, ചേച്ചി ആഗ്രഹിക്കുന്ന സുഖത്തിനാണോ? എന്തെങ്കിലുമൊക്കെ ചെയ്ത് സുഖമായിരിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും, ഏതെങ്കിലും ഒരു ജീവിയുണ്ടോ ഇവിടെ? ഏതെങ്കിലും? എല്ലാ ജീവികളും സുഖത്തിന് ആഗ്രഹിക്കും. സുഖമായിരിക്കണം, ശാന്തമായിരിക്കണം. അതിനുവേണ്ടി അഹോരാത്രം അവർ പ്രയത്നിക്കുന്നു. ലോകത്തെ നിയമം. എന്നിട്ട് ആരെങ്കിലും സുഖമായി ഇരിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അവർ പറയില്ല. എങ്ങനെ സുഖമായിരിക്കാൻ പറ്റും? ഇപ്പോൾ പണമില്ലാതൊരു ദുഃഖം പണം വരുമ്പോൾ മാറുമെന്ന് നമ്മൾ കരുതിയാൽ പണം വരുമ്പോൾ മാറും, പക്ഷെ വേറെ ചില ദുഃഖങ്ങൾ വന്നു ചേരും. ഒരു ഉദാഹരണം പറയാം. പണമില്ല ഒരാൾ, പണം വന്നു ചേർന്നു. പിന്നെ പണം വന്നു ചേർന്നപ്പോൾ പണം വന്ന ആളെന്നുള്ള ഭാവം ഇതിൽ വന്നു. പിന്നെ ഓരോരുത്തരെയും ഭയമാണ്, ആരെങ്കിലും വന്ന് പണം കടം ചോദിക്കും. ഇനി മക്കൾ തന്നെ ഇത് അടിച്ചുകൊണ്ട് പോകുക. മനസ്സിലെ? ഇതിന് ആയിരക്കണക്കിന് ദുഃഖം ഇതിൻ്റെ പുറകെ വരും. അപ്പം അതുകൊണ്ട് ഈ ലോകവസ്തുക്കളെ കൂടുതൽ സംഭരിച്ച് സുഖമായിരിക്കാമെന്ന് ആരും കരുതേണ്ട, നടക്കില്ല. അവർ പറഞ്ഞു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത് ഇതിനെല്ലാം വിട്ടെന്ന് പറഞ്ഞാൽ അർത്ഥം ചേച്ചിയുടെ പണപ്പെട്ടി എല്ലാം കൂടെ എടുത്ത് കൊടുക്കണമെന്നല്ല. അതിലല്ല കാര്യമെന്നുള്ള ആ വിവേകത്തോട് കൂടി നിന്ന് തൻ്റെ ഉള്ളിലേക്ക് നോക്കി തൻ്റെ യഥാർത്ഥ രൂപത്തെ തിരിച്ചറിയണം. അവർ പറഞ്ഞു, നീ കാണപ്പെടുന്ന ദേഹമോ ഇന്ദ്രിയോ മനസ്സോ ബുദ്ധിയോ ചിത്തമോ അഹങ്കാരമോ പ്രാണനോ ഒന്നുമല്ല. കാരണം എന്താണ്? ഇതെല്ലാം നിന്നാൽ അറിയപ്പെടുന്നു. ഈ ബുക്ക് ഞാൻ കാണുന്നതുകൊണ്ട് ഈ ബുക്ക് ഞാനാവോ? ഇപ്പൊ കാണുന്ന വസ്തു എന്തായാലും ഞാനല്ല, അല്ലേ? നിങ്ങളെല്ലാം കാണുന്നതുകൊണ്ട് ഞാൻ ഞാൻ വ്യത്യസ്തപ്പെട്ട ആളല്ലേ? ഇപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇതെല്ലാം അറിയപ്പെടുന്നു, കാണപ്പെടുന്നു. ഇതെല്ലാം ദൃക്ക് രൂപങ്ങളായിട്ടിരിക്കുന്നു. ഈ ദൃക്ക് രൂപങ്ങളൊന്നും താനല്ല. എന്നാൽ ദൃശ്യങ്ങളായിരിക്കുന്നു. ഈ ദൃശ്യങ്ങളൊന്നും താനല്ല. എന്നാൽ ദൃക്കാണോ താൻ എന്നൊരു ചോദ്യം വരാം. അവർ പറയുന്നു, ദൃശ്യം ഉള്ളത് കൊണ്ടാണ് ദൃക്കുള്ളത് കൊണ്ടാണ് ദൃശ്യം. ഇത് രണ്ടും ഇല്ലെങ്കിൽ എന്തുണ്ട്? ഇത് അറിവ്. ഈ അറിവാണ് സർവത്ര പരിപൂർണമായി വ്യാപിച്ചിരിക്കുന്നത്. ഇതാണ് ബ്രഹ്മം, ഇതാണ് പരമാത്മാ. ഈ പരമാത്മാവിനെ നമ്മൾ പറഞ്ഞു, നാമമില്ല, രൂപമില്ല, മണമില്ല, ഗുണമില്ല, രുചിയില്ല, ഒന്നുമില്ല എന്ന് വിചാരിച്ചത് ഇല്ലാത്തതല്ല. ഇത് നമ്മളെ ഉള്ളിൽ അനുഭവിച്ചറിയാനുള്ള ഒരു രഹസ്യമാണ്. ഇതിനെയാണ് ജ്ഞാനികൾ അനുഭവിച്ചറിഞ്ഞ്
ആ ചാരിതാർത്ഥ്യത്തിലിരിക്കുന്നവരാണ് അവർ. സ്വാമി പറഞ്ഞു കേട്ടില്ലേ, എടാ ഒരു 100 രൂപ കൊണ്ടുപോകാൻ ആളവാ, ഞാൻ ഉടുപ്പൂരി കളയണം. എത്ര ലാഘവമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശരീരം പോകുന്നതിന് അദ്ദേഹം ചിത്രീകരിച്ചത്. എന്നാൽ നമുക്ക് സാധാരണക്കാർക്ക് പറ്റുമോ? പറ്റില്ല. കാരണം നമ്മുടെ വിചാരം നമ്മൾ ഈ ശരീരമാണെന്നാണ്. മനസ്സിലായില്ലേ? നമ്മൾ ഈ ശരീരമാണെന്ന് ഇരിക്കുന്നതിനെയാണ് അജ്ഞാനം എന്ന് പറഞ്ഞത്. ഈ അജ്ഞാനത്തെ എങ്ങനെ നീക്കാൻ പറ്റും? അവർ പറഞ്ഞു ഇതൊരു ഭാവമാണ്, ഇതിൽ ഭാവത്തെ മാറ്റിയാൽ മതി. ഞാൻ ഉദ്യോഗസ്ഥനാണെങ്കിൽ ഞാൻ ഉദ്യോഗസ്ഥൻ എന്നുള്ള ഭാവമാണ് അതിലുള്ളത്. അപ്പോൾ മന്ത്രിക്ക് മന്ത്രിയുടേതായ ഭാവം, ഓരോരുത്തർക്കും പിച്ചക്കാരനും അവനൊരു ഭാവമുണ്ട്, താൻ പിച്ചക്കാരൻ എന്നുള്ള ഭാവം. ഈ ഭാവം ഇതിലിരുന്നു കൊണ്ട് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ മറച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥ സ്വരൂപം സുഷുപ്തിയിൽ പ്രകടമാണ് എല്ലാവർക്കും. ഉറങ്ങുമ്പോൾ ആർക്കെങ്കിലും ഭാവമുണ്ട്, പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട്. ഭാവം ഇല്ല, റിയലുമാണ്, പക്ഷെ അതിനെ ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ഇപ്പോഴും നമുക്ക് പറയാം സുഷുപ്തി എങ്ങനെ ഉണ്ടായിരുന്നു, ഇന്നലെ ഉറക്കം എങ്ങനെ ഉണ്ടായിരുന്നു, സുഖമായി ഉറങ്ങി സ്വാമി, അല്ലെങ്കിൽ സുഖമായി ഉറങ്ങി ചേച്ചി, ഒന്നും അറിഞ്ഞില്ല എന്നൊരു അജ്ഞാനം അവിടെ ഇരിക്കുകയാണ്. ഈ നടന്നത് എന്താണെന്നും അവന് വ്യക്തതയില്ല, പക്ഷെ സംഭവം സുഖമായിരുന്നു എന്നുള്ളതിന് അവന് ഒരു സംശയവും. സുഷുപ്തി വിട്ട് എഴുത്തുന്ന ആൾ എന്ത് പറയും? ഇന്നലെ നല്ല സുഖമായി ഉറങ്ങി, ഒന്നും അറിഞ്ഞില്ല. എന്തുകൊണ്ട് സുഖമായി ഉറങ്ങി? എന്തെങ്കിലും പണമോ പൊരുളോ എന്തെങ്കിലും നിന്റെ കയ്യിൽ ഇരുന്നത് കൊണ്ടാണോ നീ സുഖമായി ഉറങ്ങിയതെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞാൽ അതിനെ പറ്റി ഓരോ ഓർമ്മയും എനിക്കില്ല. പിന്നെ എങ്ങനെ സുഖമായി ഉറങ്ങി? ഇതെല്ലാം വിട്ടതാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതെല്ലാം വിടുന്നതാണ് സുഖം. ഇത് ബോധപൂർവം വിടുന്ന സമാധിയെയാണ് നമ്മുടെ ശാസ്ത്രങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. ബോധപൂർവം വിടുന്ന സുഷുപ്തി നമ്മൾ സ്വാഭാവികമായി വിട്ടുപോയില്ലേ? ആർക്കെങ്കിലും മോനെ പറ്റിയോ മോളെ പറ്റിയോ ഓർമ്മയുണ്ടോ? അയ്യോ അവൻ കടം കൊടുത്തവൻ തിരിച്ചു തന്നില്ല എന്നുള്ള വ്യഥയുണ്ടോ? ഒന്നുമില്ല. ഇതെല്ലാം വിട്ട് നിൽക്കുന്ന സുഷുപ്തി പരമാനന്ദമായിട്ട് അനുഭവപ്പെട്ടു. എന്നിട്ട് അവർ ആ ശ്രുതി വന്ന് പറഞ്ഞു തരെയാണ് ഇതെല്ലാം കയ്യിൽ വയ്ക്കുന്നതാണ് ദുഃഖം, ഇത് ഉപേക്ഷിക്കുന്നത് ആനന്ദമാണെന്ന് പറഞ്ഞു. നമുക്കാർക്കും അത് തോന്നിയില്ല. കാരണം അതെങ്ങനെ ശരിയാവുമെന്ന് പറഞ്ഞ് ഇപ്പോഴും നമ്മൾ അതിന് എതിർവാദം ചെയ്ത് നിൽക്കുന്ന ആളുകളായിട്ട് നിൽക്കുകയാണ്. ഇപ്പം നമ്മൾ ശ്രുതിയുടെ എതിർകക്ഷികളാണ്. ഈ ശ്രുതിയുടെ എതിർകക്ഷികളായിട്ട് നിൽക്കുകയാണ്. നമ്മൾ അതിനെ അനുകൂലിക്കാനായിട്ട് നമുക്ക് എന്ന് സാധിക്കുന്നോ അന്ന് ഇവർ പറയുന്ന ഈ സാധനം ഇതിലുണ്ടാവും. ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും ഉപേക്ഷിക്കേണ്ട കാര്യമില്ല. നമ്മൾ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞാലും വേദം തന്നെ നമുക്ക് എക്സ്ക്യൂസസ് ഒരുപാട് തരുന്നുണ്ട്. അതിൽ അഭിമാനിക്കരുത്. ഇപ്പം ഞാൻ പണക്കാരൻ ഇരുന്നോട്ടെ, പണക്കാരനാണെങ്കിൽ പണക്കാരായിട്ട് ഇരുന്നോട്ടെ, പക്ഷെ നീ വലിയ പണക്കാരെന്ന് പറഞ്ഞ ഭാവം ഇതിൽ നിന്ന് മാറ്റണം. മനസ്സിലായില്ലേ? അത് വന്നിട്ട് നീ പൂർവ്വം ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലമായിട്ടൊക്കെ നിനക്ക് ചിലപ്പം നീ വലിയ യോഗ്യനായിട്ട് വന്നേക്കാം, ആരോഗ്യമുള്ളവനായിരിക്കാം, ബന്ധുബലം ഉണ്ടായിരിക്കാം, എന്തിന് ഭയങ്കര ഉദ്യോഗങ്ങൾ ഉണ്ടായിരിക്കാം, കുടുംബസ്വത്ത് ഒരുപാടുണ്ടായിരിക്കാം. ഇരിക്കട്ടെ, അതിൽ അഭിമാനിക്കരുത്. എന്ന് പറഞ്ഞാൽ ഒരു സാധാരണക്കാരനെ കണ്ടിട്ട് അയാളെ നോക്കണം എങ്ങനെയായിരിക്കും? ഏവൻ എന്തോ എന്നുള്ള മട്ടിൽ നിസ്സാരവൽക്കരിച്ച് നോക്കരുത്. മനസ്സിലായല്ലോ? ഇതിൽ സമ്പത്തും സൗകര്യങ്ങളും ഉള്ള ആളുകളും ഇനി അത് ഇല്ലാത്തവരും അവർക്കും ഇതേ കാര്യം തന്നെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. എന്ത് എനിക്കൊന്നുമില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാവത്തിൽ നടക്കുന്നവരും ദോഷം ഇതേ ആംഗിളിൽ തന്നെയാണ് അവർ നിൽക്കുന്നത്. ഇത് രണ്ടും വിട്ട് ഗുരു വേദാന്ത ശാസ്ത്രങ്ങൾ പറഞ്ഞു കൊടുത്തു, നീ ബ്രഹ്മസ്വരൂപമാണ് കുഞ്ഞെ. നമ്മുടെ ജനക മഹാരാജാവിൻ്റെ സന്നിധിയിലേക്ക് ശുഗൻ ബ്രഹ്മർഷിയല്ല, ശുഗനെ നമ്മുടെ അദ്ദേഹം പറഞ്ഞു വിട്ടല്ലോ, വ്യാസഭഗവാൻ പറഞ്ഞു വിട്ടപ്പോൾ ശുഗന് അന്ന് ബ്രഹ്മർഷിയായില്ല, ബ്രഹ്മർഷിയല്ല. ശുഗനെ മഹാരാജാവ് പരീക്ഷിച്ചത് ഞാൻ പറഞ്ഞു തന്നു പല പ്രാവശ്യം. അദ്ദേഹത്തിൻ്റെ അവിടെയുള്ള ഇതിൽ രാജധാനിയിലുള്ള ആൾക്കാരോടൊക്കെ പറഞ്ഞു അവനെ കണ്ട ഭാവം കാണിക്കരുത്. അപ്പോൾ വന്നിട്ടുണ്ട് ഒക്കെ നേരെ എല്ലാം പറഞ്ഞു. ഇത് വ്യാസൻ പറഞ്ഞു വിട്ടതാണ്, ഇവിടെ ബ്രഹ്മവിദ്യ പഠിക്കാൻ വന്നതാണ്, പക്ഷെ നിങ്ങൾ ചെയ്യാനുള്ളത് അവനെ കണ്ട ഭാവം കാണിക്കരുത്. അങ്ങനെ രാജാവ് പറഞ്ഞതുപോലെ കൽപ്പന പോലെ ഇവരെല്ലാം പാലിച്ചു. ആദ്യത്തെ ദിവസം കണ്ട ഭാവം കാണിച്ചില്ല. പിന്നെ രണ്ടാമത്തെ ദിവസം പറഞ്ഞു വഴക്കുറയാൻ പറഞ്ഞു.
നിങ്ങൾ എന്ത് വഴി വന്ന് കയറി ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള വഴി വന്ന് ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കണം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കും എന്നൊക്കെ പറഞ്ഞ് വിരട്ടാൻ പറഞ്ഞു. അങ്ങനെ വിരട്ടി. ഇങ്ങനെ പല 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 പരീക്ഷണങ്ങൾ ആരുടെ മുമ്പേ നടത്തി? ഈ ഷുഗറിൻ്റെ മുമ്പേ ആ ജനക മഹാരാജാവ് പറഞ്ഞ് അവരുടെ ആളുകൾ നടത്തിക്കൊണ്ടിരിക്കണം. പിന്നെ 2 ആഴ്ചയോളം ഭക്ഷണം കഴിച്ചോ, ഒന്ന് ഇരുന്നോളൂ, കസേര ഇട്ട് കൊടുത്തിട്ട്, ഉറങ്ങിയില്ലല്ലോ, ഒന്ന് കിടന്നുറങ്ങിക്കോ എന്നൊന്നും പറയാൻ ആരുമില്ല. ഇതെല്ലാം ഭയങ്കര പരീക്ഷണമായിരുന്നു പൂജ. അപ്പോൾ അങ്ങനെ കഴിഞ്ഞു. അവസാനം ഇതെല്ലാം എല്ലാ പരീക്ഷയിലും ഇദ്ദേഹം ജയിക്കുകയാണ് ഉണ്ടായത്. ഇത് ജനമഹാരാജ അറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവസാനം പറഞ്ഞു ദർബാർ ഹാളിൽ കൊണ്ടിയല്ല. ദർബാർ ഹാളെന്ന് വെച്ചാൽ അവിടെ ഇല്ലാത്ത ഒന്നുമില്ല, എല്ലാ ആഡംബര വസ്തുക്കളുണ്ട് അവിടെ, ഇഷ്ടംപോലെ പാനീയങ്ങളുണ്ട്, ഇഷ്ടംപോലെ ഭക്ഷണങ്ങളുണ്ട്. ഇതെല്ലാം എങ്ങനെയാണ് അവൻ ഇതൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് നോക്കാൻ പോകും. ഇപ്പോൾ ഒന്നും എടുത്തില്ല, സ്വപ്പം കഞ്ഞിയെടുത്ത് ഒരു സ്പൂണോ മറ്റോ കഞ്ഞിയെടുത്ത് കുടിച്ചു. മറ്റു കാര്യങ്ങളൊന്നും കണ്ണുപോലും നോക്കാൻ പോലും ചെയ്തില്ല. ഇതെല്ലാം അറിയണം ആര്? ജനമഹാരാജ്. എല്ലാം കഴിഞ്ഞ് വിളിച്ചോണ്ടിരാൻ പറഞ്ഞവൻ. ഇങ്ങനെ വിളിച്ചോണ്ട് ശുഗനെ വിളിച്ചോണ്ട് ചെന്നോടനെ ചോദിച്ചു, എന്ത് നീ ഇവിടെ വന്നത്? അത് വരട്ടാണ് ചെയ്തത്. അത് അച്ഛൻ പറഞ്ഞിട്ട് വന്നതാണ്, അങ്ങിൽ നിന്ന് ബ്രഹ്മവിദ്യ പഠിക്കണമെന്ന് പറഞ്ഞ അച്ഛൻ. അങ്ങനെ വന്നു. അത് നിന്റെ അച്ഛൻ അറിഞ്ഞൂടെ, പിന്നെ എന്തിനാ എൻ്റെ അടുത്ത് പറഞ്ഞു വിട്ടതെന്നൊക്കെ ചോദിച്ചു. പിന്നെയും വരട്ടെയാണ്. കാരണം ഇതിലൊക്കെ മാനസികമായ വൈകാരികത ഉണ്ടെങ്കിൽ തിരിച്ച് പറയൂല്ലേ, അതൊക്കെ നോക്കിയതാണ്. ഒടുവിൽ പറഞ്ഞ എന്താണെന്നറിയാം, മോനേന്ന് വിളിച്ച് അടുത്ത് വിളിച്ച് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ നീ ബ്രഹ്മസ്വരൂപമാണ് മോനെ എന്ന്. സ്വിച്ചിട്ട പോലെ അപ്പോഴും തന്നെ ആ ശുഗബ്രഹ്മർഷിക്ക് ഈ ആവരണം നീങ്ങി മനസ്സിലായി. തൻ്റെ യഥാർത്ഥ രൂപം ഇപ്പം എല്ലാം കൂടെ ഒരു അരി പൊതിഞ്ഞ് വെച്ചേക്കുന്നതല്ല, ഉമിയിൽ പൊതിഞ്ഞ അരി പോലെ ഇരുന്നതാണ്. അപ്പം ഇത് പ്രൊജക്റ്റായി. അതോടുകൂടി അദ്ദേഹം ഒരു നടന്നെന്നാണ് പറഞ്ഞത്. അതാണ് ഭാഗവതം ചിത്രീകരിക്കുന്നത്. പറഞ്ഞില്ലേ, മോനെ ശുഗ എന്ന് പറഞ്ഞ് വ്യാസൻ പുറകെ നടന്നു എന്നാണ് പറയുന്നത്. ആര്? ഈ ബ്രഹ്മർഷി. അദ്ദേഹം ബ്രഹ്മർഷിയായി നിന്ന നിലയ്ക്ക് ആത്മബോധം അതുകൊണ്ട് അതിൻ്റെ ഓപ്റ്റിമം സൈസിലെ ആയിപ്പോയി. ഇത് തിരിച്ചുകൊണ്ടാ എന്ത് പാടുപെട്ടെന്ന് അറിയുന്നത് ഇതിനെയൊക്കെ. അപ്പോൾ ഈ രൂപത്തിൽ നമ്മളിലുള്ള ആക്ടിങ്, ഇതെല്ലാം ആക്ടിങ്ങാണ്. ഓരോരുത്തരം ആക്ടിങ്, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഇത് ആരെയും കുറ്റം പറയാനല്ല, നിങ്ങളെ കുറ്റം പറയാൻ ഞാൻ ഒരു യോഗ്യനും ഉള്ളവനല്ല. കാരണം എന്താണ്, എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ വേറെ തരത്തിൽ അഭിനയിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്, അല്ലാതെ. പക്ഷെ എന്ത് ചെയ്യാം, നമ്മൾ അങ്ങനെ ഇങ്ങനെ ആയിപ്പോയി അല്ലേ. നമ്മുടെ യഥാർത്ഥ രൂപം നമുക്ക് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. യഥാർത്ഥ രൂപത്തിൽ നമ്മൾ എങ്ങനെ ഇരുന്നോ അതിനെ തിരിച്ചറിയുന്നതിനെയാണ് ജ്ഞാനം എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ഈ ജ്ഞാനം അതാണ് പറഞ്ഞത്, ഉള്ളതുപോലെ, അത് ഉള്ളതുപോലെ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ ഇരുന്ന് പഴകണം. ഇത് നമുക്ക് സുഷുപ്തി ഉദാഹരണത്തിൽ പറഞ്ഞു തന്നു. നിങ്ങൾക്കതൊരു അറിവായിട്ടിരിക്കട്ടെ. ദേവാദിദേവ സർവജ്ഞ സിദ്ധാന്ത വിഗ്രഹമാരുടെ നമസ്കാരമുള്ള